മക്കളെ 29 ജാനുവരിയിലെ ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. 18 ക്വസ്റ്റ്യൻ എന്താണ്? റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ റിലേഷൻ എന്ന സെക്ഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വാലൻസ് റിലേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇഫ് R is the smallest equivalence relation on the set 1, 2, 3, 4 such that set 1, 2 ordered pair 1, 2, 1, 3 is a subset of R, then the number of elements in R. R എന്നത് ഏറ്റവും ചെറിയ ഇക്വാലൻസ് റിലേഷൻ ആകുന്ന സമയത്ത് അതിലെ മെമ്പേഴ്സ് എലമെന്റ്സ് എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചത്. ഓൾറെഡി രണ്ടുപേർ അവിടെ വന്നു കഴിഞ്ഞു അല്ലേ? ഓൾറെഡി രണ്ടുപേർ അവിടെ വന്നു കഴിഞ്ഞു. ആരൊക്കെ? ഒന്ന് 1, 2 ഉണ്ട്, അതേപോലെ അടുത്ത് എന്തുണ്ട്? 1, 3 ഉണ്ട്. ഇത് രണ്ടും ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. ഇനി എന്തായിരിക്കണം? റിലേഷൻ എന്തായിരിക്കണം? ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കണം. സെറ്റ് 1, 2, 3, 4 ആണല്ലോ. ഇക്വാലൻസ് ആകണമെങ്കിൽ ആദ്യം റിഫ്ലക്സീവ് ആകണമല്ലോ. സോ 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം, അതേപോലെ ഏത് വേണം? 4, 4 വേണം. 4, 4 വേണം അല്ലേ? ഇനി നിങ്ങൾ നോക്കണേ. 1, 2 ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആര് വേണം? 2, 1 വേണം. സിമെട്രിക് ആകണ്ടേ? 1, 3 ഉള്ളത് കൊണ്ട് ആര് വേണം? 3, 1 വേണം. വേണ്ടേ? ഇനി നിങ്ങൾ നോക്കണേ. കാരണം എന്തായിരിക്കണം? ഇക്വാലൻസ് റിലേഷൻ ആകണ്ടേ? ഇക്വാലൻസ് റിലേഷൻ ആകണമെങ്കിൽ ഇവിടെ നോക്കിക്കോളെ. 2, 1 ഉണ്ട്, 1, 3 ഉണ്ട്. 2, 1, 1, 3 ഉണ്ടെങ്കിൽ ആര് വേണം? 2, 3 വേണമല്ലോ. അതുകൊണ്ട് 2, 3 എന്നൊരു എലമെന്റ് വേണം. അതേപോലെ നിങ്ങൾ മറ്റൊന്ന് പരിശോധിച്ചോ. നോക്കിക്കോ. 3, 1 ഉണ്ട്, അതേപോലെ 1, 2 ഉണ്ട്. 3, 1, 1, 2 ഉണ്ട്. ഇക്വാലൻസ് റിലേഷൻ ആകണമെങ്കിൽ എന്തും കൂടിയും വേണം? 3, 2 കൂടിയും വേണം. അപ്പോൾ ഇപ്പോൾ എന്തായി? എല്ലാം ഓക്കെ ആയി. അപ്പോൾ ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയ ഇക്വാലൻസ് റിലേഷൻ. ആര് ഉൾക്കൊള്ളുന്നത്? ഏത് നിർബന്ധമായിട്ട് വേണം? ഇത് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ എത്ര എലമെന്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എലമെന്റ് ഉണ്ട്. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓപ്ഷൻ 1 ഈസ് ദി കറക്റ്റ് ആൻസർ എന്ന് പറയാം. നോക്ക്, വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇക്വാലൻസ് റിലേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ.